ഇന്ന് ഞങ്ങൾ ഗാന്ധി ഭവനിൽ എത്തിയിട്ടുണ്ട്. വേറൊന്നിനുമല്ല, സ്കൂളിൽ ജില്ലാതല പ്രോഗ്രാമുകളും അങ്ങനത്തെ കുറച്ച് മ്യൂസിക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ വെച്ച് കണ്ട ഒരു വൃദ്ധൻ്റെ വാക്കുകളും കുറച്ച് കാര്യങ്ങൾ കേട്ടാലോ. ഒരു കാര്യം ഓർമ്മിക്കുക, നമുക്ക് ജന്മം തന്ന അമ്മയും അച്ഛനെ മറക്കരുത്. ഇതാണ് കുട്ടികൾ ആദ്യം പഠിക്കേണ്ട പാഠം. നമുക്ക് ജന്മം തന്ന അച്ഛനെ അത് വൃദ്ധസ്ഥലത്തിൽ കൊണ്ട് ആക്കരുത്. ഇത് ഹരിചന്ദ്ര നാടകമാണ്. ഹരിചന്ദ്ര നാടകം ക്രിസ്തുദേവൻ്റെ പരിത്യാഗ അതറിയോ? സാക്ഷാൽ കൃഷ്ണനാം ഭഗവാൻ ധർമ്മരക്ഷ ബുദ്ധൻ്റെ അഹിംസയും ബുദ്ധിദേവൻ്റെ ദയവായിട്ടും ശ്രീ ശങ്കരാചാര്യൻ്റെ ബുദ്ധിശക്തിയും ശ്രീ ഹരിചന്ദ്രനുള്ള സത്യവും സത്യത്തിന് വേണ്ടി ജീവിച്ച രാജാവാണ് ഹരിചന്ദ്രൻ. രാജാവായിരുന്നു. അവസാനം എന്ത് ചെയ്യുന്നു? ഒരു യജമാൻ്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് പോവുകയാണ്. ആര്? സ്വന്തം ഭാര്യ. ഒരേ ഒരു മകനേ ഉള്ളൂ, രോഹിതദാസ്. അവനും അമ്മയുടെ കൂടെ പോവുകയാണ്. അച്ഛനാണെങ്കിലും ഒരു ചുടലക്കളത്തിലെ കാവൽക്കാരനാണ്. നമ്മൾ മരിച്ചാൽ ശവമടക്കാൻ കൊണ്ടുപോകില്ലേ, അവിടുത്തെ കാവൽക്കാരനാണ്. അപ്പം അവിടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴേ ധാരാളം ആ വീട്ടിൽ പശുക്കളുണ്ട്. അമ്മ ജോലിക്ക് വരും. ഒരു മക്കളെ നീ എന്താ മക്കൾക്ക് താമസിച്ചത്? അപ്പോൾ രാജാവ് കഥ പറയുകയാണ്. അതൊക്കെ സംഭവം പറയുകയാണ് കേട്ടോ. അവിടെ പറയാം, നീയും പുത്രവിരകത്താൽ മരിക്കട്ടെ, നീയും പുത്രവിരകത്താൽ മരിക്കട്ടെ ദശരഥ.